ഹലോ എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ഇന്ത്യൻ ബൈക്കായിട്ടാണ് ഗൈസ്. അപ്പം പിന്നെ വന്നു ഗൈസ്. നമ്മളങ്ങനെ കഴിഞ്ഞ വട്ടം നമ്മുടെ മോഡിഫൈഡ് താർ പോലീസിൻ്റെ അടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്നൊക്കെ. അപ്പോൾ ഗൈസ് എന്തായാലും ആ വണ്ടി പോലീസ് പറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല കാശ് ആവുകയും ചെയ്തു ഗൈസ് അങ്ങോട്ട് അടിച്ചു മാറ്റിയതിന്. അപ്പോൾ അത് നല്ലൊരു താറായിരുന്നു ഗൈസ്, അത് പോയി. അപ്പോൾ അതെന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കാർ ഷോറൂം ഉണ്ട് ഗൈസ്. ആ കാർ ഷോറൂമിൻ്റെ വണ്ടി നമ്മളങ്ങ് അടിച്ചു മാറ്റാൻ പോവാണ് ഗൈസ്. അവിടെ ആകെ ഒരു ഫോർച്യൂണുള്ളൂ. ഞാൻ പോയി നോക്കി. ഞാനാണെങ്കിൽ അവിടുത്തെ കാർ ഷോറൂം ആ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ച് അവിടെ വാങ്ങാൻ പോകുന്നതൊക്കെ പോയി. അപ്പോൾ അവിടെ ആകെ ഒരു ഫോർച്യൂണിൻ്റെ അടപ്പം, ഒരു ബ്ലാക്ക് കളർ ഫോർച്യൂണർ. ബാക്കിയെല്ലാം സെയിലായി പോയെന്നാണ് പറഞ്ഞത്. ഇനി വണ്ടികൾ വരാൻ നിൽക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നൈസായിട്ട് ആ ഒരു ഫോർച്യൂണർ പോയി അങ്ങ് അടിച്ച് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഇനി നമ്മൾ കാർ മോഷ്ടിക്കാൻ പോകുമ്പോൾ നമ്മളെ മാജിക് ഫോണിൽ സൈക്കിൾ അടിച്ചിട്ട് വരാമല്ലേ. അപ്പോൾ നമുക്ക് ആ സൈക്കിൾ അവിടെ തന്നെ ഇട്ടിട്ടങ്ങ് വരാമല്ലോ. ഓക്കെ നമുക്ക് അവിടെ തന്നെ സൈക്കിൾ ഇട്ടിട്ടങ്ങ് വരാം. നമ്മൾ കഴിഞ്ഞ വട്ടം തന്നെ താർ എടുത്തിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ സൈക്കിൾ എടുത്താണ് അടുത്ത ഇതെടുക്കാൻ പോയത്, ബൈക്ക് എടുക്കാൻ പോയത്. അതുകൊണ്ട് നമുക്ക് സൈക്കിൾ തന്നെ ഇട്ടോണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ബൈക്ക് പോയാൽ പെട്ടെന്ന് എത്തും. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി അത് അടിച്ചു പറ്റും. ബാക്കിയാണ് അയ്യോ ഇരിക്കട്ടെ. നമ്മുടെ ഹെൽമെറ്റ് എന്താ, ഹെൽമെറ്റ് തട്ടിയല്ലേ ഈ ഒരു ബ്ലാക്ക് കളർ ഫോർച്യൂണർ ഓടി വന്ന് എടുത്തു ഗൈസ്. പുള്ളിക്കാരൻ പുറത്ത് വല്ല ചായ കുടിക്കാം. നമ്മുടെ വീട്ടിൻ്റെ അടുത്തോട്ട് കാർ ഷോറൂമിൽ പോകാനുള്ള ഞാൻ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എത്തി റോഡിൽ കൂടെ ഒന്ന് പോകാതെ വീട്ടിൻ്റെ സൈഡിൽ തന്നെ ചുറ്റി ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. നമ്മളുടെ വീട്ടിൽ രണ്ട് ഡോറും പോയി. നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞു ഗൈസ്, നമ്മൾ ഈ ഒരു ഫോർച്യൂണർ നമുക്ക് വേണോ ഗൈസ്, അതോ വിൽക്കണോ? എന്താ വിൽക്കണം ഗൈസ്. നമുക്ക് വിറ്റിട്ട് നല്ല പൈസ എടുത്ത് നമുക്ക് വേറെ പുതിയ ഒരു നല്ല സൂപ്പർ വണ്ടിയും കാർ ഷോറൂമിൽ പോയി അങ്ങ് വാങ്ങിച്ചേക്കാം. ആ കാർ ഷോറൂമിൽ തന്നെ പോയി അങ്ങ് വാങ്ങിച്ചേക്കാം. ഓക്കെ അങ്ങനെയല്ലേ, അവിടുത്തെ വണ്ടി തന്നെ മോഷിട്ട് അവിടുത്തെ വണ്ടി വിറ്റിട്ട് നമുക്ക് അവിടെ പോയി കിട്ടിക്കാക്കി സെറ്റ് വാങ്ങിച്ചേക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് എൻ്റെ ഇപ്പോൾ ഒരു ഡിഫൻഡർ ഇരിപ്പുണ്ട്. എൻ്റെ സൂപ്പർ കാറാണ് ഗൈസ്, സൂപ്പർ കാർ. ലംബോർഗിനിയോ ബുഗാട്ടി എല്ലാം വേണം ഗൈസ്. നമുക്ക് അടുത്ത അതിന് നമുക്ക് അവിടെ പോയി വാങ്ങാം. അപ്പോൾ ഇതങ്ങ് നമുക്ക് വിൽക്കാം ഗൈസ്. ഈ ഒരു ഫോർച്യൂണർ നല്ല ഫോർച്യൂണറാണ് കേട്ടോ. ഇത് കൊടുത്താൽ നല്ല പൈസ കിട്ടും. ഡിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചു 1 ലക്ഷമൊക്കെ കുറയാം ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് വരും നമ്മുടെ ബൈക്ക് എടുക്കാം. അയ്യോ ഇനി ആ ഓണറുടെ അടുത്ത് ബൈക്ക് എടുത്ത് അകച്ചു വന്നു. നമ്മളൊരു മണ്ടത്തിലാട്ടോ ചെയ്തേ. നമ്മൾ മറ്റേ കാർ എടുത്തപ്പോൾ ബൈക്ക് അവിടെ വെച്ചപ്പോൾ അയാൾക്ക് മനസ്സിലാകത്തില്ലേ നമ്മളെ ബൈക്കിൽ ആരോ വന്നെടുത്താന്ന്. ഇനി ബൈക്ക് എടുക്കുമ്പോൾ അയാൾ കാണും. പിള്ളേ അറിയത്തില്ല. പക്ഷേ അങ്ങനെ നമ്മുടെ മാജിക് ഫോൺ നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ വിളിച്ച്, എനിക്കൊന്ന് സൈക്കിളിൻ്റെ സീറ്റ് കോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് പെട്ടെന്ന് പോയി അത് എടുക്കാം, ഒന്ന് എടുത്തിട്ട് പോകാം. ഓക്കെ അത് നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞേ. ഷോർട്ട് കട്ട് റോഡിൽ കൂടെ ഇത്ര വേണം. എന്നിട്ടാണ്ട് ഇവിടുന്ന് നേരെ അങ്ങ് പോയത്. എൻ്റെ ഡ്രീം കാർ ഇതാ പോകുന്നു ഗട്ടി. പക്ഷേ ഇതെടുത്തപ്പോൾ എന്നെ പോലീസ് പോകും. എന്നാലും നല്ലൊരു കാറായിരുന്നു കേസ്, അത് പോലീസ് എടുത്ത് പറയും.
പോന്നെങ്കിൽ പോട്ടെ. പക്ഷെ നമ്മുടെ നമ്പറും മാറ്റി കളറും മാറ്റിയതായിരുന്നു ഗൈസ്. എന്നാലും അതിനകത്തെ ഫീച്ചേഴ്സിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല ഗൈസ്, ഞാൻ നോക്കിയില്ല വലുതായിട്ട്. എല്ലാ താറും അവർ പരിശോധിച്ചു. എൻ്റെ മോനെ, എൻ്റെ ഡ്രീം കാറാണല്ലോ അടിച്ചു. സോറി കൈസ്, നമ്മുടെ ബൈക്ക് അവിടെ തന്നെ കിടപ്പുണ്ട്. ആർക്കാണ് അമർത്തിയിട്ടത്? കുഴപ്പമില്ല. നമ്മളെ സൈക്കിൾ ഇപ്പോൾ എവിടെയൊക്കെ കൊണ്ട് കളഞ്ഞി. ഇന്നലെ നമ്മൾ ആ ബിൽഡിങ്ങിന് അവിടെ കൊണ്ട് കളഞ്ഞി, ഇന്നാണ്ട് ഇവിടെ കൊണ്ട്. ചേട്ടാ ഇത് വിറ്റ് പൈസ ഉണ്ടാക്കാം. ഓക്കെ, സെറ്റല്ലേ? ഇവിടെ CCTV കണ്ടു കാണും. CCTV കണ്ടു കാണും. കണ്ടാലും നമ്മളെ മനസ്സിലതില്ല. നമ്മളെ മാസ്ക് ഒക്കെ വെച്ചാണ് വെച്ച്. അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. വന്ന പ്രശ്നമാണ്, ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് വെച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വീട്ടിലോട്ട് പോയി ഷോപ്പിൽ പെട്ടെന്ന് വരും. ഈ ബിൽഡിങ്ങിന്റെ ഇതിലെവിടെ കയറി നമുക്ക് പെട്ടെന്ന് വരും. പെട്ടെന്ന് എത്തി. ഓക്കെ, എവിടെ പോയാലും നമ്മൾ ഈ ഒരു ബൈക്കിൽ എല്ലാത്തിനും ഭയങ്കര വലിയ ആളുണ്ടാവും. നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ അടുത്ത വീഡിയോ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ കൊണ്ട് വിൽക്കാൻ പോവാണ് ഈ വണ്ടി. ഓക്കെ, ബൈക്ക് കൂടെ എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോർച്യൂണർ തിരിച്ചു പറ്റിയ ഫോർച്യൂണർ ഇതൊക്കെ റെഡി ആക്കിയിട്ട് റെഡിയാക്കുമ്പോൾ എന്നാലും കൊടുക്കണേ. സാലറി റെഡി ആയിക്കോളൂ, നമ്മൾ കൊടുക്കാം. പക്ഷെ ഇല്ലെങ്കിൽ നല്ല പൈസ കിട്ടിയാണ് ഗൈസ്, നല്ല പൈസ കിട്ടിയാണ് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു ഗൈസ്. അപ്പോൾ ബൈ.